സോ വെൽക്കം ടു മോൺസോക്സ് വൺസ് അഗൈൻ. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നത് വൈശാഖ് ഒരു വാഗ മൂവാറ്റുപുഴ ചെക്ക് ഡാമിൽ നിന്ന് നമുക്ക് പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ വെച്ച് നമ്മളത് കുക്ക് ചെയ്ത് ഒരു പ്രത്യേക രീതിയിൽ നമ്മളത് ഗ്രില്ല് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പൊളിച്ചിട്ട് തലയെല്ലാം മാറ്റിയിട്ട് അതിന്റെ മീറ്റ് ഫ്ലഷ് മാത്രം എടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ പിടിച്ചു എന്നും അതിനുശേഷം എങ്ങനെ കുക്ക് ചെയ്തു എന്നുള്ളതും ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പക്ഷെ അതിന് മുമ്പ് വേറൊരു കാര്യം, വൈശാഖ് ക്യാമറയും ലൈറ്റുമായിട്ട് എന്ന് ഇവിടെ വന്നോ അന്ന് എല്ലാം മഴയാണ്. ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. സോ അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് കണ്ടിട്ട് വരാം. ഓക്കെ, ഷാഡല്ലായിരുന്നോടാ? ഇവിടെ വന്നോ? നീ വാളാന്ന് പറഞ്ഞ മറ്റേ എടുക്കണോ? വല എടുക്കണോ? നല്ലൊരു വാഗനാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ മീനെ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമുക്ക് അടിച്ചിരിക്കുന്ന വാഗ. ഇതിലെ വാഗ ഒരു 2.5 കിലോ ആ റേഞ്ചൊക്കെ ഉണ്ടാവും കേട്ടോ. എന്തായാലും അറിയില്ല. ബൈക്കാസിംഗ് റോഡിൽ കിടന്ന ലീഡർ ലൈൻ പൊട്ടിപ്പോയിട്ട് പിന്നെ മടിയായതുകൊണ്ട് ഞാൻ കെട്ടാണ്ടിരുന്ന കേട്ടോ. അന്നേരം ഞാൻ ചുമ്മാ ലാസ്റ്റ് പോണെങ്കിൽ തൊട്ട് വലുത് ആ ട്രിഗ്രക്സ് എടുത്ത് നിറഞ്ഞതാണ്. ഞാൻ വാളയാണെന്ന് ഓർത്ത്. എന്നാലും ഇതിലും ഫൈറ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ വാഗക്കൂട്ടിനെയും കൊണ്ട് നേരെ കംപ്ലൈന്റും പോട്ടോ. റീചാണ്ടിന് ഇല്ലാട്ടോ നമ്മുടെ ഫിഷിങ്ങിന്. അവിടെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം കംപ്ലൈന്റ് കുറച്ച് ദിവസം സ്റ്റേ ആണ്. എന്തായാലും നമുക്ക് ഇവനെ കൊണ്ട് പോയി എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. അപ്പൊ നേരെ നമുക്ക് കംപ്ലൈന്റ് തന്നിട്ട് വേണം. ഓക്കെ, അപ്പൊ നമുക്ക് കത്തിക്കാനുള്ള പരിപാടികൾ നോക്കാം കേട്ടോ. ചാർക്കോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കത്തിക്കലാണോ ഉള്ള അതിനകത്ത് ഏറ്റവും വലിയ ടാസ്ക്. നമുക്ക് മീനിന്റെ മസാല അങ്ങോട്ട് സെറ്റ് ചെയ്യാം അല്ലെ. ഉപ്പ് അങ്ങോട്ട് കൊടുക്കാം ഫസ്റ്റ് തന്നെ. ഇന്നത്തെ പ്രധാന ആള് മുളകാണല്ലോ, അപ്പൊ അവനെയും കുറച്ചും കിട്ടേക്കാം. മുളക് ഇച്ചിരി കാര്യമായിട്ട് കിടന്നോട്ടെ അല്ലേ, കുറയ്ക്കണ്ട. മുളക് പൊടി കുറച്ചും കിടാതെ. ഇവിടെ പണി നടക്കുകയാണ്. അതിന്റെ അസൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. വെളിച്ചെണ്ണ ഇച്ചിരി കാര്യമായിട്ട് കൊടുത്തേക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവിടെ നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ അരയ്ക്കാനും ഒന്നും കാര്യങ്ങളൊന്നും നിന്നില്ല, മേടിക്കുക ചെയ്ത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ചിട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നാരങ്ങ കട്ട് ചെയ്തു, അതും കുറച്ച് ഒഴിച്ചു കൊടുക്കും. ഒരു ഫുൾ നാരങ്ങ കൊണ്ടെടുത്തിട്ടുണ്ട്. നല്ല കട്ട പിടിച്ചിരിക്കുന്നതുകൊണ്ട് മസാല ഇപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നല്ല കട്ടയായിട്ടിരിക്കുന്നുണ്ട്, തിക്കായിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മീനിനെ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കണതിന് മസാല അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ. ഇത് നമ്മൾ എണ്ണയിൽ വറക്കുന്ന അല്ലാതെ ഗ്രില്ല് ചെയ്യുന്നതായതുകൊണ്ട് കുറച്ചു നേരം ഇത് മാരിനേറ്റ് ചെയ്യേണ്ടി വരും. കുറച്ചു നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം. പ്രത്യേകിച്ച് വാഗയാണ്, അല്ലെങ്കിൽ മസാല ഇറങ്ങാൻ പാടാണ്. മീൻ നമ്മൾ ശരിക്കും മസാലയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ സൈഡും ഏകദേശം ആയിട്ടുണ്ട്. മസാലയുണ്ട്.
അപ്പൊ നമ്മുടെ വാഹന ഗ്രില്ലിലേക്ക് കയറ്റാല്ലേ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് പോരിയട്ടെ അങ്ങോട്ട്. ബ്രഷ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഓയിലും. അപ്പൊ നമ്മുടെ മീൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സീലിംഗിന്റെ പുലികളാണ് നിൽക്കുന്നതൊക്കെ. ജിപ്സും സീലിംഗിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തോണ്ടിരിക്കുന്നവരാണ്. രതീഷ് ആണെങ്കിൽ ഇവിടുത്തെ ഓൾറൗണ്ട് പുലിയാണ്. എന്നെ കുറിച്ചൊക്കെ എന്ത് പറയാൻ. ആ വൈശാഖ് ക്യാമറാമാൻ അവന്റെ പുറകിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പുറകിൽ നിൽക്കുന്നുണ്ട്. വൈശാഖിനെ നമുക്ക് ഇന്ന് പുറത്ത് കാണിക്കണ്ട, കാരണം മീൻ പിടിച്ചവനാ. അതുകൊണ്ട് തല പോലും കാണിക്കണ്ട അവിടെ. ഞാനിവിടെ പറമ്പിൽ കിടന്ന് കഷ്ടപ്പെട്ട് വഴിയെടുത്തോണ്ടിരിക്കുമ്പോ അവനോട് പോയി മീൻ പിടിച്ചോണ്ട് പറഞ്ഞു. കൊള്ളാവോ അവനെ കൊള്ളാവോ? ആ ക്യാമറ തന്നാ മതി, പുറകിൽ നിന്നാ മതി. പുഴയക്കടെ ഓടി വന്നാ എത്ര മണിക്കൂർ മുമ്പാ? രാവിലെ 10 മണിക്ക് പുഴയക്കടെ ഓടി വന്ന മീനാ. ഇപ്പൊ അങ്ങനെ ഏകദേശം വാഗ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, വാഗ ഇതുപോലെ ആരെങ്കിലും ഗ്രില്ല് ചെയ്തിട്ടുണ്ടോ എനിക്കറിയത്തില്ല. എന്തായാലും നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യണതാണ്. എങ്ങനെ കണ്ടിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഫോയിൽ പേപ്പറിൽ പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതൊന്ന് ട്രൈ നോക്കാം എങ്ങനെയുണ്ടെന്ന്. തുറന്നു നോക്കാട്ടോ. ചിലത് ഒട്ടിപ്പിടിക്കാറുണ്ട്. അതിന്റെ കുറെ സ്കിന്നൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തൽക്കാലം വേറെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കട്ടർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിലായതുകൊണ്ട് ഫസ്റ്റ് ഞാൻ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താവുന്നുള്ളത്. നല്ല പീസൊക്കെ എന്തായാലും വേവൊക്കെ ചെയ്ത അടിപൊളിയായിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ. കൊള്ളാട്ടോ, കുഴപ്പമില്ല. സംഭവം നന്നായിട്ടുണ്ട്. ഇതിന്റെ ശരിക്കും നമുക്ക് വാഗയുടെ ഒരു ഇതുണ്ടല്ലോ, വാഗയുടെ ഉള്ളിലേക്ക് ശരിക്കും മസാല ഇറങ്ങില്ല എന്നുള്ളൊരു ഫീൽ. ഇതിനകത്ത് ശരിക്കും വന്നിട്ടില്ല. കുറച്ച് ഭാഗത്തേക്ക് ഉള്ളിലേക്കൊക്കെ ആ ഒരു ഇതുണ്ട്. എങ്ങാനും മസാല നന്നായിട്ടായിട്ടുണ്ട്. നല്ല എരിവുണ്ട്. എല്ലാം കൊണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. അടിപൊളി പരിപാടി. ഏതായാലും സക്സസ് ആയി. അടിപൊളി. ഈ ബാക്കിയുള്ളവരെ ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവരും കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ. ഫിഷ് അൽഫാം അത് തന്നെ. അത് മുക്കാണില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. മുള്ളുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ചില പീസിൽ മുള്ളുണ്ടാവും. മുക്കണ്ട് കഴിച്ചോളൂ. മയണൈസിന് ആ ഒരു അതിന്റെ ഒരു ടേസ്റ്റ്, മീനിന്റെ അതായത് ടേസ്റ്റ് കിട്ടുമല്ലോ. നന്നായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം കൊള്ളാം, നന്നായിട്ടുണ്ട്. പിന്നെ സൂപ്പർ. നോക്കി എങ്ങനെയാണെന്ന്. സൂപ്പർ സാധനം. പൊളി സംഭവം. നമുക്ക് പെട്ടെന്ന് ചെയ്യാം ഈ സാധനമായിട്ട് അല്ലേ. മീനിന്റെ മുതലാളി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുഴപ്പമൊന്നുമില്ല, നല്ല ഞാനും പറഞ്ഞു. പാക ഇതിന് മാത്രമില്ല. ഭയങ്കര ആനരുചിയുള്ള മീനൊന്നുമില്ല, പക്ഷെ ഇത് കൊള്ളാം. പിന്നെ എന്റെ ഫ്ലഷ് കാണാൻ ഭയങ്കര രസമുണ്ട്. പൊതുവെ പലരും പറയാറുണ്ട് വാഗ കഴിക്കാനുള്ളതിനാണ്. നമ്മുടെ വാഗ കൊള്ളാം. എന്തായാലും നമ്മുടെ മോറ്റോപ്പുഴയിലെ രാമമംഗലത്തെ വാഗ അടിപൊളി. നമ്മൾ ഉണ്ടാക്കിയെല്ലാം നന്നായിട്ട് കുക്കായാലോ. അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്യും. അത് മീറ്റ് മാത്രം കഴിച്ചോളാം. മസാല കൂട്ടി കഴിക്കണം. കുഴപ്പമില്ല. ഒരു അൽഫാമിന്റെ ഒക്കെ ടേസ്റ്റ് അടിപൊളി സംഭവം കൊള്ളാം. നല്ല നല്ല ആട്ട്. എന്താണെങ്കിലും പറയാലോ, ഈ ഒരു വാഗനെ പലരും അവഗണിച്ചു വിടുന്ന ഒരു മീനാണ്. ഇതിനെ നമ്മൾ ഇന്ന് ഗ്രില്ല് ചെയ്തു. സംഭവം ആവറേജ് നല്ല, അതിലും നല്ലതായിരുന്നു. അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മുടെ ഇങ്ങനെ ഇന്നിപ്പോ ഈ പരിപാടികളെല്ലാം നടത്തിയത് നമ്മുടെ ഇവിടെ ഒരു പ്രത്യേകിച്ച് സൗകര്യങ്ങളൊന്നും ഇല്ല. എല്ലാം കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സീലിംഗിന്റെ ആൾക്കാരൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. പെയിന്റിങ്ങിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഡ്രസ് വർക്കുകളൊക്കെ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇതിന്റെ ഒരു പരിപാടിയെല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് ഇവിടെ നന്നായിട്ടൊരു വീഡിയോ എടുക്കാനും, അല്ലെങ്കിൽ നല്ല നമ്മുടെ ഒരു കിച്ചണായിട്ട്, അതായത് മോൺസ്റ്റർ ഹുക്സിന്റെ ഒരു കിച്ചണായിട്ട് തന്നെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും വരണമെങ്കിൽ വരുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഇനി വരുന്ന ഒരു വീഡിയോയിൽ കാണാം. മോൺസ്റ്റർ ഹുക്സ് സൈനിങ് ഓഫ്. ബൈ.